ഈ അടുത്തായിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ കണ്ടുവരുന്നൊരു സംഗതിയാണ് ചില ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് പോവുക. അവരുടെ മനസ്സിൽ ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനിൻ്റെ ആയുധമാണ്. ആ ആയുധം ഇല്ലാത്തവന് അവനക്കൊരു സുരക്ഷയില്ല. ഒരു സ്വഹാബി വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ അയ്യു ദുആ ഇ അസ്മഉ, ഏത് ദുആ ആണ് നബിയെ ഏറ്റവും കൂടുതൽ അള്ളാഹു ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥന? മുത്തുനബി പറഞ്ഞു, ജൗഫുൽ ലൈലി, അർദ്ധരാത്രി എഴുന്നേറ്റിരുന്നിട്ട് ദ്വാരുന്നാൽ. അതുപോലെ വദുബുറ സ്വലാത്തിൽ മക്തൂബാത്ത്, ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും. മറ്റൊരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യജ്തമിഉ മലഉൻ ഫയദ്ഉ ബഅലുഹും വയുഅമ്മിനു ബഅലുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു സംഘം ആളുകൾ ഒരുമിച്ചുകൂടി അതിൽ ഒരാൾ ദുആ ചെയ്യുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ ഇല്ലാ അജാബഹുമുല്ലാഹ്, അല്ലാഹു തആല ആ ദുആഇന് ഉത്തരം ചെയ്യാതിരിക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞ രണ്ട് ഹദീസുകളും കൂട്ടി വായിച്ചാൽ ഒരു കാര്യം ക്ലിയറാണ്. നിസ്കാര ശേഷം ദുആഇന് നല്ല ഉത്തരമുണ്ട്. അതുപോലെ എല്ലാവരും കൂടിയിരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ അതിനും ഉത്തരമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൂടി ചെയ്യുകയാണ് സത്യത്തിൽ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥനയിലൂടെ നമ്മൾ നടത്തുന്നത്. അതിൽ ഉൾക്കൊള്ളാതെ എഴുന്നേറ്റ് പോകുന്നവൻ വിഡ്ഢിയാണെന്ന് പറയേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിന്റെ മര്യാദ പോലും പഠിപ്പിച്ചു. ലാ യഉമ്മു അബ്ദുൻ, ഒരാള് ഒരു നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ, അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂനഹും, അവനോട് കൂടെയുള്ള മൗമൂമികളെ മൈൻഡ് ചെയ്യാതെ ഫഖദ് ഖാനഹും, അവൻ ആ മൗമൂമികളെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? സ്വന്തം ആവശ്യത്തിന് എനിക്ക് പൊറുക്കണേ അല്ലാ, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണേ, അങ്ങനെ പറയരുത്. മറിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം നീ പൂർത്തിയാക്കി തരണേ, ഞങ്ങൾക്കെല്ലാം നീ പൊറുക്കണേ, അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മുത്തുനബി അതിൻ്റെ മര്യാദ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ജൗസി പറയുന്നത് കാണാം, ഈ പ്രാർത്ഥന ഇത് ഇത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകളിലും എല്ലാം ബാധകമാണ്. എല്ലായിടത്തും ഇങ്ങനെയാണ്. കുറേ ആളുകൾ നമ്മുടെ ആമീൻ പറയാനുണ്ടെങ്കിൽ നമ്മൾ അവരും കൂടെ ഉൾപ്പെടുത്തിയിട്ടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഈ സംഭവം ഇബ്നു തൈമിയ പറയുന്നുണ്ട്. മൗമൂമിങ്ങളെ ആമീൻ പറയുമെന്ന് കണ്ടാൽ ഇമാമെ ബഹുവചനത്തിൻ്റെ സീഗകൾ കൊണ്ടുവരണം. കാരണം മൗമൂമിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന ഉദ്ദേശത്തിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ വഞ്ചിക്കാൻ പാടില്ല. ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഇബ്നു ഉമർ തങ്ങളെ കുറിച്ചുള്ള ഹദീസ് ഇങ്ങനെയാണ്. സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സുബഹി നിസ്കരിക്കുന്നു. സുമ്മാ ഖുബല അലൽ ഖൗമി, പിന്നീട് തങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് തങ്ങളുടെ കൂട്ടുപ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന, അല്ലാഹുവേ ഈ മദീനയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്തു തരണേ. ഉബാരിക് ലനാ ഫീ മുദ്ദിന, ഞങ്ങളുടെ മുദ്ദുകളിലും വസാഇന, ഞങ്ങളുടെ സ്വാകളിലും ഞങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്തു തരണേ. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഉണ്ടായിട്ടും ചില ആളുകളൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ എഴുന്നേറ്റ് പോകുന്നത് കാണാം. കർമ്മശാസ്ത്രത്തിലേക്ക് വന്നാൽ എത്രയോ കിതാബുകൾ ഈ വിഷയം പറയുന്നത് കാണാം. ഞാൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഅദ്ദബിൽ പറയുന്ന ഒരൊറ്റ സംഭവം പറയാം. നവവി ഇമാം പറയാണ്, ചില സ്ഥലങ്ങളിലൊക്കെ സുബഹിൻ്റെയും അസറിൻ്റെയും നിസ്കാരത്തിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ഫല അസ്ലലഹു, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഒരടിസ്ഥാനവും ഇല്ല. ബലിസവാബു, എന്നാൽ ശരിയായത് എന്താണെന്നറിയോ? ഇസ്തിഹ്ബാബുഹു ഫീ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും പ്രാർത്ഥിക്കണം. യുസ്തഹബു, ആ പ്രാർത്ഥിക്കുമ്പോൾ സുന്നത്താണ്. മൗമൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുക. ഫയദ്ഉ, എന്നിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ ഫത്ഹുൽ മുഈൻ വരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നോക്കിയാൽ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള അദ്കാറുകളെയും ദുആകളെയും കുറിച്ച് കൃത്യമായി പറയുന്നത് കേൾക്കാം. അതിൻ്റെ ഗൗരവം അറിയാതെ എണീറ്റ് പോകുന്നവരൊക്കെ ആ തെറ്റിൽ നിന്ന് മാറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.